കഴിഞ്ഞ ദിവസം പില്ലർ തകർന്ന അപകടമുണ്ടായ കൊച്ചി പനമ്പിള്ളി നഗറിലെ RDS അവന്യൂ 1 ഫ്ളാറ്റിൽ നിന്ന് മുഴുവൻ താമസക്കാരും ഒഴിയണമെന്ന നിർദ്ദേശം വിദഗ്ധ സമിതി പരിശോധന നടത്തി നൽകിയ റിപ്പോർട്ടിന്മേലാണ് ജില്ലാ കളക്ടർ NSK ഉമേഷ് നിർദ്ദേശം നൽകിയത്. താമസക്കാർ ഒഴിഞ്ഞ ശേഷം കെട്ടിടത്തിന്റെ ബലപരിശോധന നടത്തണം. കെട്ടിടം ബലപ്പെടുത്തിയതിനു ശേഷം മാത്രമേ താമസക്കാരെ തിരിച്ചു പ്രവേശിപ്പിക്കാവൂ. ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സാമ്പത്തിക ചെലവുകളും RDS ബിൽഡേഴ്സ് വഹിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ 24-ന് രാവിലെയാണ് ഉഗ്രശബ്ദത്തോടെ RDS അവന്യൂ 1 ഫ്ളാറ്റിന്റെ ഒരു ടവറിലെ പില്ലർ തകർന്നത്. ഇതിനെ തുടർന്ന് ടവറിൽ താമസിച്ചിരുന്ന 24 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കും. നവമി, എന്താണ് പുതിയ നിർദ്ദേശം? ഇപ്പോൾ അവിടെ ആരെങ്കിലും താമസിക്കുന്നുണ്ടായിരുന്നു? ഈ പില്ലർ തകർന്നതിന് പിന്നാലെ അവിടുത്തെ കുടുംബങ്ങളൊക്കെ മാറി താമസിച്ചിരുന്നില്ലേ? അതെ അതെ, 24 കുടുംബങ്ങളെയും അവിടെ നിന്ന് ആ സമയത്ത് തന്നെ മാറ്റി പാർപ്പിച്ചിരുന്നു. തലനാരിടയ്ക്കാണ് വലിയൊരു അപകടം ഉണ്ടാകാതിരുന്നത്. കാരണം നമ്മൾ ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഒരു പില്ലറിന്റെ സിമന്റ് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കമ്പിയൊക്കെ വളഞ്ഞ് പുറത്തേക്ക് വരുന്ന തരത്തിലായിരുന്നു ആ പില്ലർ. അത്രയും വലിയ അപകടാവസ്ഥയിലായിരുന്നു. മറ്റ് പില്ലറുകൾ താങ്ങിയത് കൊണ്ടാണ് ഈ അമിത ഭാരം ഇടിഞ്ഞു വീണ് വലിയൊരു അപകടത്തിൽ നിന്നൊക്കെ ആളുകളെ രക്ഷിച്ചത്. അതുകൊണ്ടാണ് ആ സമയത്ത് ഇങ്ങനൊരു സംഭവം നടന്ന സമയം തന്നെ ആളുകളെല്ലാം അവിടെ നിന്ന് ഒഴിപ്പിച്ചിരുന്നു. ആളുകളൊക്കെ സ്വയം ഇഷ്ടപ്രകാരം തന്നെ അവരവിടെ നിന്ന് പോവുകയും ചെയ്തിരുന്നു. മറ്റൊരു കാര്യം, ഇവർ ഇത്രയും വലിയ ശബ്ദമുണ്ടായത് കൊണ്ട് മാത്രമാണ് ആളുകൾ തിരിച്ചറിഞ്ഞത്. ഇല്ല എന്നുണ്ടെങ്കിൽ ആളുകൾ ഇത് അറിയില്ലായിരുന്നു. ഇതിവർ അവരുടേതായിട്ടുള്ള അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഈ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി അവിടെ താമസിക്കാമെന്നൊരു നിലപാടായിരുന്നു. പക്ഷെ പിന്നീട് കൗൺസിലറും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ, IBയുടെ MP ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടതിനെ തുടർന്നാണ് ഇതൊരു പരിശോധനയ്ക്ക് ശേഷം മാത്രം മതി, കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുള്ളൊരു പരിശോധനയ്ക്ക് ശേഷം മാത്രം മതി ഇവിടെ പണികൾ നടക്കുന്നതെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. നേരെ കളക്ടർ നിയോഗിച്ച വിദഗ്ധ സംഘം അവിടെ എത്തി പരിശോധനകളൊക്കെ നടത്തി. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഇതിന്റെ റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറിയത്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം അവിടെ ഒരു അറ്റകുറ്റപ്പണി നടത്തേണ്ടതുണ്ട്. അതിനുശേഷം മാത്രം ആളുകളെ തിരിച്ച് അങ്ങോട്ടേക്ക് പ്രവേശിപ്പിച്ചാൽ മതി. അതിന്റെ ഭാരപരിശോധന അടക്കം നടത്തേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചെലവുകളും ഈ RDS ഫ്ലാറ്റ് തന്നെ വഹിക്കണം എന്നൊരു നിർദ്ദേശം കൂടിയാണ് കളക്ടർ നൽകിയിരിക്കുന്നത്. കാരണം ആ കൺസ്ട്രക്ഷന്റെ ഒരു അപാകത തന്നെയാണ് ഇത്രയും വലിയൊരു അപകടത്തിലേക്ക് നയിച്ചതും. അതുകൊണ്ട് അതിന്റെ പൈസ എല്ലാം തന്നെ, അതിന് എത്ര രൂപയാണോ ചിലവാകുന്നത് അത് ഈ ഫ്ളാറ്റിന്റെ കൺസ്ട്രക്ഷൻ കമ്പനി തന്നെ നൽകട്ടെ എന്നൊരു നിർദ്ദേശം കൂടിയാണ് കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ എത്രയും വേഗം തന്നെ ഫ്ളാറ്റിന്റെ നിർമ്മിതികൾ ആരംഭിക്കും, ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുമെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. അതിനുശേഷം മാത്രമേ ഈ ആളുകളെ അവിടേക്ക് തിരികെ കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന കർശന നിർദ്ദേശം കൂടി കളക്ടർ നൽകിയിട്ടുണ്ട്. കാരണം എത്രയും ഇനിയും മറ്റൊരു അപകടത്തിലേക്ക് ഉണ്ടാകാതിരിക്കുമ്പോൾ, ഇപ്പോൾ എന്തെങ്കിലും അപകടം ഉണ്ടായാൽ പോലും ആളുകളെ അവിടെ ഒഴിപ്പിക്കുമ്പോൾ തന്നെ വലിയൊരു രക്ഷാപ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യഘട്ടം എന്നോണം തന്നെയാണ് ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിച്ചതിന് ശേഷം മാത്രം മതി മറ്റ് അറ്റകുറ്റപ്പണികൾ നടത്താൻ എന്നാണ് കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആര്യ, തീർച്ചയായും നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.